ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി ഇൻഷാ അള്ളാ നമുക്കിന്ന് പഠിക്കാം. ഞാൻ ആയത്തുകളൊന്ന് ഓതാം. ഇന്നിപ്പോൾ നമ്മളൊരു 7 ആയത്തുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ആയത്തുകളാണ് ഈ സൂറത്തു സഫാത്തിലെ ഈ ആയത്തുകൾ വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. അപ്പോൾ 125 മുതൽ 132 വരെയുള്ള ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم أتدعون بعلا وتذرون أحسن الخالقين الله ربكم ورب آبائكم الأولين فكذبوه فإنهم لمحضرون إلا عباد الله المخلصين وتركنا عليه في الآخرين سلام على الياسين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين. ഇത്രയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. ഇതിലെ ഏതാണ്ട് കുറേയേറെ ആയത്തുകൾ 3-4 ആയത്തുകൾ കഴിഞ്ഞ മുമ്പ് പറഞ്ഞ നബിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഒന്ന് ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم أتدعون بعلا وتذرون أحسن الخالقين الله ربكم ورب آبائكم الأولين فكذبوه فإنهم لمحضرون إلا عباد الله المخلصين وتركنا عليه في الآخرين سلام على الياسين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين. അപ്പോൾ ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കുറച്ച് ആയത്തുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും മുകളിൽ നടത്തിയ അതേ പരാമർശം. അപ്പോൾ ഇല്യാസ് നബി അലൈഹി സ്വലാം നമ്മൾ പറഞ്ഞു യൂഷ നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു പിൻഗാമിയായിട്ടാണ് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിയരിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഇല്യാസ് നബി അലൈഹി സ്വലാം. അദ്ദേഹം തഖ്വയോടുകൂടി ജീവിക്കാൻ ജനങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹം ആ നാട്ടിൽ ആളുകൾ ആരാധിച്ചു വന്നിരുന്ന ഒരു ആരാധ്യൻ അല്ലെങ്കിൽ അവരുടെ ഒരു ദൈവം വിഗ്രഹം, അതിനെ നിങ്ങൾ ആരാധിക്കുകയാണോ എന്ന നിലയ്ക്ക് സൃഷ്ടിപൂജ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ അദ്ദേഹം ഒഴിവാക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അതാണ് 125 ആയത്തിലുള്ളത്. أتدعون بعلا وتذرون أحسن الخالقين. വളരെ ചിന്തനീയമായ രൂപത്തിലാണ് അവർക്ക് ചിന്തിച്ച്
അള്ളാഹുവിലേക്ക് മടങ്ങാൻ തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ആ ജനങ്ങളെ ഉപദേശിക്കുന്നത്. അത്തദ്ഊന, അതായത് ഇല്യാസ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, അത്തദ്ഊന, നിങ്ങൾ വിളിക്കുന്നുവോ, നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്നുവോ, വിളിച്ച് തേടുന്നുവോ, ബഅലൻ, ബഅൽ എന്ന് പറഞ്ഞാൽ അവര് ആരാധിച്ചു വന്നിരുന്ന ഒരു ദൈവമാണ്, വിഗ്രഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ നാട്ടിൽ ആളുകൾ ആരാധിച്ചു വന്ന പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമായിരുന്നു ബഅല്. അദ്ദേഹത്തിന്റെ നാടിനെ പറ്റി പറയപ്പെടുന്നത് കൃത്യമായ ഒരു വിവരമല്ല, മറിച്ച് പറയപ്പെടുന്നത് ഈ ബഅലബക് എന്ന് പറയുന്ന നാട്, ബഅലബക് എന്ന് പറയുന്ന നാട്ടിലാണ് ബഅല് എന്ന് പറയുന്ന ഈ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നതെന്നാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഇല്യാസ് അലൈഹിസ്സലാം, തദ്ഊന ബഅലൻ, നിങ്ങൾ ബഅലിനെ വിളിക്കുകയാണോ? എന്നിട്ട് വതദറൂന, വദറ യദറു എന്നാണ് ക്രിയ വരുന്നത്, വദറ യദറു. അപ്പൊ നിങ്ങൾ എന്നിട്ട് വിട്ടുകളയുകയും ചെയ്യുന്നുവോ, ഇതാണ് പദം. വതദറൂന, വദറ യദറു, തദറു, തദറാനി, തദറൂന. അപ്പൊ നിങ്ങൾ വിട്ടുകളയുകയാണോ, നിങ്ങൾ ഒഴിവാക്കി കളയുകയാണോ? അഹ്സനൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സൃഷ്ടാവിനെ എന്നാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായത്, ഏറ്റവും നല്ലത് എന്ന അർത്ഥമാണ്. ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താക്കളിൽ, അതിനർത്ഥം എല്ലാവരും സൃഷ്ടിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് സൃഷ്ടാക്കൾ ഉണ്ട് എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് ആ ഒരു ബഹുവചന പ്രയോഗം അവിടെ വന്നിരിക്കുന്നുള്ളേ ഉള്ളൂ. കാരണം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. സൃഷ്ടാവ് എന്ന് പറയുന്നതും റബ്ബ് മാത്രമാണ്, വേറൊരു പടപ്പില്ല. അപ്പം മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാനാണ് കഴിയുക, അല്ലെ? സൃഷ്ടിച്ചു എന്ന് പറയില്ല. നമ്മളൊരു മേശ ഉണ്ടാക്കിയാൽ അത് സൃഷ്ടിച്ചു എന്ന് പറയില്ല, ഒരു വീടുണ്ടാക്കിയാൽ വീട് സൃഷ്ടിച്ചു എന്ന് പറയില്ല. അപ്പം സൃഷ്ടാവ് എന്ന് പറയുന്നത്, ഖാലിഖ് എന്ന് പറയുന്നത് അള്ളാഹ് മാത്രമാണ്, വേറൊരു പടപ്പും ഖാലിഖല്ല. അപ്പൊ സൃഷ്ടികർത്താക്കളിൽ പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ഇല്യാസ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, നിങ്ങൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടാവിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയാണോ, ഒഴിവാക്കുകയാണോ? എന്നിട്ട് റബ്ബിനെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹ് ആരാ? അല്ലാഹ റബ്ബക്കും വ റബ്ബ ആബായിക്കുമുൽ അവ്വലീൻ. അള്ളാഹ് എന്ന് പറയുന്നത് റബ്ബക്കും, അവൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ രക്ഷിതാവാണ്. എൻ്റെ റബ്ബാണ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ എല്ലാവരുടെയും എന്ന അർത്ഥത്തിലാണ്. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ്. വറബ്ബ ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ പിതാക്കന്മാരുടെയും റബ്ബ്. അവ്വലീൻ എന്ന് വെച്ചാൽ പൂർവികരായ എന്നർത്ഥമാണ്, ആദ്യത്തേവർ എന്നർത്ഥമാണ്. അവ്വൽ എന്നതിന്റെ ബഹുവചനമാണ് അവ്വലൂന, അവ്വലീന. ആബാ എന്ന് പറഞ്ഞാൽ അബുൻ എന്നതിന്റെ ജം ആണ് ആബാ. ആബാഇഹിം വ ഉമ്മഹാത്തിഹിം എന്നൊക്കെ ഖുറാനിൽ കാണാം. ഉമ്മുൻ എന്നതിന്റെ ജം ആണ് ഉമ്മഹാത്ത്. അപ്പം അല്ലാഹ റബ്ബക്കും വ റബ്ബ ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവികന്മാരുമായ പിതാക്കളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ആരാധിച്ചുകൂടെ എന്നാണ് ഇല്യാസ് നബി അലൈഹിസ്സലാം ആ ജനതയോട് ചോദിക്കുന്നത്. അപ്പൊ തികഞ്ഞ വിഗ്രഹാരാധകരായിരുന്ന ഒരു ജനതയായിരുന്നു അത് എന്നുള്ളതാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, നമ്മളെപ്പോലുള്ള സൃഷ്ടികളെ വിളിച്ച് ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ ഖബറുകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകളെ നേരിട്ട് വിളിച്ച് തേടുന്നവരുണ്ട്. കല്ലിനെ പോലും അല്ലെ മരത്തെ പോലും വിളിച്ച് തേടുന്നവരുണ്ട്. സൃഷ്ടി പൂജ എന്ന് പറയുന്നത്, തൗഹീദ് വിട്ടിട്ടുള്ള ഒരു കളി എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരുടെ ഒരു വലിയ ദൗർബല്യമാണ്. ആളുകൾക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനോട് പേടി ഉണ്ടാകുമ്പോൾ അതിനെ ആരാധിക്കുക, ഇഷ്ടം ഉണ്ടാകുമ്പോൾ അതിനെ ആരാധിക്കുക, ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ നബിമാരും വന്നപ്പോൾ ആദ്യമായി ഉപദേശിച്ചത്, പറഞ്ഞത് തൗഹീദാണ്. അത് ആ നബിമാരുടെ ഇഷ്ടമല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾ ആ ജനതയോട്, അല്ലെങ്കിൽ ഏതൊരു ജനതയിലേക്കാണോ ഒരു നബി അയക്കപ്പെടുന്നത്, ആ ജനതയ്ക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട അള്ളാഹുവിനെ പറ്റിയാണ്, റബ്ബിന്റെ ഏകത്വത്തെ പറ്റിയാണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകളെ പറ്റിയാണ്, അവകാശങ്ങളെ പറ്റിയാണ് എന്നൊക്കെ.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്യാസ് നബി അലൈഹിസ്സലാം വളരെ മാന്യമായി ആ ജനങ്ങൾ നന്നാകണമെന്നുള്ള ആഗ്രഹത്തോടെ അവരെ ഉപദേശിച്ചിട്ടും ആ ജനത എന്താ ചെയ്തത്? ഫകസ്സബൂഹു ഫഇന്നഹും ലമുഹ്ളറൂൻ. ഫകസ്സബൂഹു, അവരദ്ദേഹത്തെ വ്യാജമാക്കി. ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഒരു 10-60 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഒരു പദമാണ് ഈ കസ്സബ എന്ന പദം. നമ്മൾ ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ചില പദങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. ഇവിടെ ഫ എന്ന് പറഞ്ഞാൽ ആ ഫായുടെ അർത്ഥം അപ്പോൾ എന്നാണ്. കസ്സബൂ, കസ്സബ, കസ്സബ, കസ്സബൂ ഫീൽ മാളിയാണ്, കഴിഞ്ഞ കാലക്രിയയാണ്. അവർ വ്യാജമാക്കി, വ്യാജമാക്കി. ഹു എന്ന് പറഞ്ഞാൽ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ, അദ്ദേഹത്തെ. ഫഇന്നഹും, അപ്പോൾ തീർച്ചയായും അവർ ലമുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവരാണ്. ഹാജരാക്കപ്പെടുന്ന, നമ്മൾ ഹാലിർ എന്ന് പറയുമ്പോൾ ഹാജരാക്കുക എന്നർത്ഥം പറയാം. ഹളറ യഹ്ലുറു എന്നാണ് ക്രിയ വരുന്നത്. ലമുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവർ. അഹ്ലറ യുഹ്ലിറു, ഹാജരാക്കുക എന്നർത്ഥം വരും. അപ്പൊ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അപ്പം അവർ അദ്ദേഹത്തെ വ്യാജമാക്കി, അതിനാൽ അവർ നിശ്ചയമായും ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ഹിസാബിന്റെ ദിവസം ഈ ആളുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹാജരാക്കും. റബ്ബ് വിചാരണ ചെയ്യും. വിചാരണയുടെ അടിസ്ഥാനത്തിൽ നരകാവകാശികൾ എന്നുള്ള നിലയ്ക്ക് അള്ളാഹു അവർക്ക് നരകശിക്ഷ കൊടുക്കും. അതാണ് ഇവിടെ റബ്ബ് പറഞ്ഞത്. അപ്പൊ ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ്? ഒരു കൂട്ടരാണ്. അവരാരാ? ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാ, ആരാണ്? അള്ളാന്റെ ചില ദാസന്മാരൊഴികെ, ശുദ്ധരായ. മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ ശുദ്ധരായ, കളങ്കരഹിതരാക്കപ്പെട്ട, നല്ല ആത്മാർത്ഥതയുള്ള. നമ്മൾ ഇഖ്ലാസ് എന്നുള്ള പദത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം നൽകേണ്ട ആവശ്യമില്ല, നമുക്ക് അത്ര അറിയാം. ഇഖ്ലാസ് വേണം, നമ്മൾ പറയല്ലോ, നമ്മുടെ ഇബാദത്തിൽ ഇഖ്ലാസ് വേണം, നമ്മളെല്ലാ സൽപ്രവർത്തനങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് വേണം. അതുണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട ശുദ്ധരായ അടിയാന്മാരൊഴികെ അവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. കാരണം ശുദ്ധരായ അടിയാന്മാരൊഴികെ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഷിർക്ക് ചെയ്യുന്നവരല്ല, നന്മയുടെ വക്താക്കളാണ്, നല്ല മനുഷ്യരാണ്, തൗഹീദുള്ള ആളുകളാണ്. അതാണ് ഉദ്ദേശിച്ചത്. കണ്ടോ, ഇല്ലാ ഇബാദക്ക മിൻഹുൽ മുഖ്ലസീൻ. നമ്മൾ മുമ്പ് ഏതൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബ്ലീസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ഈ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അള്ളാഹുവെ നീ എന്നെ വഴിതെറ്റിച്ചു, വഴിപിഴപ്പിച്ചു. അതിന്റെ കാരണം ഇബ്ലീസാണ്. അപ്പൊ നീ എന്നെ വഴിപിഴപ്പിച്ചു, അതുകൊണ്ട് നിന്റെ അടിയാന്മാരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ ആ സത്യദീനിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഞാൻ വഴിതെറ്റിച്ച് കളയും. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ ദീനിൽ അല്ലെങ്കിൽ ആ ഹിദായത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. ബാക്കി എല്ലാവരെയും പിന്നെ അവന്റെ ഇടതും വലതും മുന്നിലൂടെയും പിന്നിലൂടെയും എല്ലാ ഭാഗത്തുകൂടിയും നാം കടന്നു ചെല്ലും, ഞാൻ കടന്നു ചെല്ലും എന്ന് പിശാച് പറയുന്നുണ്ട്. അപ്പം ഒരു വിശ്വാസിയായി ജീവിക്കാൻ, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പിശാച് അവനെ പിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എല്ലാ നിലയ്ക്കും, അതായത് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ അവൻ്റെ പിന്നെ എന്താ പറയാ, അവന്റെ ന്യൂനത എന്താണ്, അവന്റെ പോരായ്മ എന്താണ്, ആ വഴിക്ക് ചെന്ന് അവനെ തെറ്റിക്കാനുള്ള എല്ലാ പണിയും ഞാൻ എടുക്കും എന്ന് ഇബ്ലീസ് പറയുന്നുണ്ട്. അവിടെയും ഇബ്ലീസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. നിന്റെ പടപ്പുകളിൽ വളരെ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്, നല്ല ആത്മാർത്ഥതയോടുകൂടി അമലുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ എനിക്ക് തെറ്റിക്കാൻ സാധിക്കൂല എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെയും റബ്ബ് പറഞ്ഞത്, ഇല്ലാ ഇബാദക്ക എന്ന് പറഞ്ഞില്ലേ, നിന്റെ ദാസന്മാർ. എങ്ങനെയുള്ള ദാസന്മാരാണ്? നല്ല ഇഖ്ലാസ് ഉള്ള മനുഷ്യന്മാര് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥ ദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രധാനം അതാണ്. നമുക്ക് ഒരു നന്മ ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ നന്മകളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരു കാര്യമില്ല നമ്മുടെ നന്മകൾ കൊണ്ട്.
കോടിക്കണക്കിന് രൂപ ഒരാൾ കൊടുത്തിട്ട് അത് ഒരു ഒന്ന് രണ്ട് ആളുകളോട് അവരും കൂടി ഇത് അറിയണം എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞോട്ടെ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള നിലയ്ക്ക് ഒരു റിയായോടുകൂടി ഒരു വാക്ക് വന്നാൽ ആ ചെയ്ത നന്മകൾ മുഴുവൻ പോയി പോകും. ഒരു നന്മ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ആ നന്മയുടെ പ്രതിഫലം നല്ല ഇഖ്ലാസോടുകൂടി കാത്തു സൂക്ഷിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. അവിടെയാണ് പിശാച് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും സ്വതക്കകൾ കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മം നടക്കുന്ന ഈ സമയത്ത് ഹജ്ജ് യാത്രക്കൊക്കെ ഒരുങ്ങുമ്പോഴൊക്കെ ആ ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞു. അദ്ദേഹം നടത്തിയ ദഅവത്തും അദ്ദേഹത്തിന്റെ ആ ജനതയുടെ അവസ്ഥ, ബഅലബക്ക് എന്ന് പറയുന്ന ആ നാട് എന്ന് പറയപ്പെടുന്ന നാട്, ഉറപ്പായിട്ടല്ല, അങ്ങനെ പറയപ്പെടുന്ന ആ നാട്ടിലുള്ള ആളുകളുടെ സ്വഭാവം, അവരുടെ വിഗ്രഹാരാധന, ഇല്യാസ് നബി വളരെ മാന്യമായി ഉപദേശിച്ചപ്പോൾ ആ ആളുകളുടെ മോശമായ പ്രതികരണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ആ നബി കടന്നുപോയി, അല്ലെ, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ അള്ളാഹു ആ നബിയുടെ സൽകീർത്തി നിലനിർത്തി. വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വന്ന ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മേൽ നാം പിന്നീടുള്ളവരിൽ സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു. പിന്നീട് വന്ന ആളുകളൊക്കെ ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ ഓർത്തത് വളരെ നല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് സലാമുൻ അലാ ഇല്യാസീൻ, ഇല്യാസിന്റെ അഥവാ ഇല്യാസിന്റെ ആൾക്കാരുടെ മേൽ സലാം, സമാധാനം, ശാന്തി. ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളുടെ മേലും ഒക്കെ സമാധാനവും രക്ഷയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തൗഫീക്കും അനുഗ്രഹവും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ പറ്റി ഇല്യാസീൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്, അതങ്ങനെ നമ്മളതിന് മനസ്സിലാക്കുക. ഇല്യാസ് എന്നും ഇല്യാസീൻ എന്നും. അത് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ അതിനെപ്പറ്റി കുറേ ചർച്ചകൾ കാണാൻ സാധിക്കും. അപ്പം അത് അവരുടെ ആ ഒരു സംസാര രീതിയാണ്, പ്രയോഗമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇല്യാസീൻ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതേപോലെ മൂസ അലൈഹി ഇസ്ലാമിനെ പറ്റിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും ഒക്കെ അള്ളാഹു പറഞ്ഞ അതേ പ്രയോഗമാണ് ഇവിടെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും അള്ളാഹു നടത്തിയിട്ടുള്ളത്. ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ, നാം അപ്രകാരമാണ് സുഹൃതവാന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഖുർആനിൽ ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു പദമാണ് ജസാ, യജ്സി എന്നുള്ള പദം, ജസാ. അപ്പൊ ആ പദം ഓർത്ത് വെക്കുക, നജ്സി, നാം പ്രതിഫലം നൽകും. എന്നിട്ട് ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹു നടത്തിയ മറ്റൊരു പ്രയോഗം ഇതാണ്, മുഹ്സിനാണ്. അതുപോലെ ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ അടിയാന്മാരിൽ പെട്ടവനാകുന്നു. അപ്പൊ അത് സാധാരണഗതിയിലുള്ള ഒരു പ്രയോഗമല്ല. നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദ് എന്ന് പ്രയോഗിക്കുന്നത് സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു പ്രയോഗമാണ് ഇബാദ് എന്ന പ്രയോഗം. അതുപോലെ തന്നെ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ഇവിടെ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അൽ മുഖ്ലിസീൻ എന്നാണ്. നല്ല ഇഖ്ലാസുള്ള കർമ്മങ്ങളിലും ജീവിതത്തിലും എല്ലാം വളരെ ഇഖ്ലാസ് കാത്തു സൂക്ഷിച്ച ഒരു നബിയായിരുന്നു ഇല്യാസ് നബി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പം ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ആ ഒരു പ്രയോഗം നടത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ശ്രദ്ധിക്കേണ്ട അതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപെടലിൽ എല്ലായിടത്തും ആ ഒരു ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ നേരത്തെ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പം സൂചിപ്പിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തത്, നിങ്ങൾക്ക് കാണാം. അതായത് ഹാറൂൻ നബിയുടെ സന്തതികളിൽപ്പെട്ട ഒരു ഇസ്രായേലി പ്രവാചകനായിരുന്നു ഇല്യാസ് നബി അലൈഹി ഇസ്ലാം എന്ന് വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ പറയുന്നുണ്ട്.
യൂഷ ബിൻ നൂൻ എന്ന് പറയുന്ന നബിയുടെ പിൻഗാമിയായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനത ആരാധിച്ചു വന്നിരുന്ന ഒരു വിഗ്രഹമാണ് ബഅല്. അദ്ദേഹത്തിന്റെ രാജ്യം ബഅലബക്ക് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്ന ഉറപ്പിലല്ല, പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇൻഷാ അല്ലാഹ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുള്ളത്, ഇതുവരെയുള്ള ആയത്തുകൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് ഉണർത്താം. അതായത് നമ്മൾ ഇന്ന് ദുൽഖഅദ 29 ദുൽഖഅദ 29, അതുപോലെ 30 കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ദുൽഹിജ്ജയിലേക്ക് നമ്മൾ കടക്കാണ്. ഉളഹിയത്തിനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ, അറവിന് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളൊക്കെ ആ ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നത് വരെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാതിരിക്കട്ടെ, അതേപോലെ തൊലി, നഖം ഇതൊന്നും ഇതാക്കാതിരിക്കട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കർമ്മത്തോടുള്ള മഹബത്തിന്റെയും അദബിന്റെയും ഭാഗമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉളഹിയത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ അതിൽ പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഉളഹിയത്ത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ സൂചിപ്പിച്ചിരുന്നു, ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ഒരു മൃഗത്തെ ഇറക്കുന്നുണ്ട് എങ്കിൽ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ ഈ നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മുടിയെടുക്കാതിരിക്കട്ടെ, അതേപോലെ നഖം നീക്കാതിരിക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ആ അറവ് നിർവഹിക്കുന്ന ആൾക്ക് മാത്രമാണ് ബാധകം. കുടുംബത്തിലുള്ള എല്ലാ ആളുകളും അത് ഇത് പാലിക്കണം എന്നില്ല. ആ അറവ് നിർവഹിക്കുന്ന ആൾക്കാണ് അത് ബാധകമായിട്ടുള്ളത്. അപ്പൊ ഒരു കുടുംബത്തില് ഭാര്യ ഒരു മൃഗത്തിൽ ഷെയർ ചേരുന്നു എങ്കിൽ, ഭർത്താവിന് ഓർമ്മ ചേരുന്ന അവൾ എന്ത് ചെയ്യണം? അവൾ ഇത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതേപോലെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പുണ്ട് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. പ്രത്യേകം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലെങ്കിലും പൊതുവായ നിലയ്ക്ക് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്നും, അള്ളാഹു ഏറ്റവും അധികം പുണ്യം നൽകുന്ന, പ്രതിഫലം നൽകുന്ന, നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നുമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്ര വരെയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ പോയി യുദ്ധം ചെയ്ത് ഷഹീദായാൽ പോലും കിട്ടാത്ത പ്രതിഫലം ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കിട്ടും എന്നൊക്കെയാണ് പിന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കണം. എത്ര വരെയെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, റമദാനിലെ അവസാനത്തെ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 ഉണ്ടല്ലോ, അതിനേക്കാളും പുണ്യമുണ്ട് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് എന്നുള്ള. വൽ ഫജ്ർ വലയാലിൻ അഷ്ർ എന്ന ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ദിവസങ്ങളാണിതെന്ന മഹാന്മാരായ സലഫുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രഭാതം തന്നെ സത്യം. വൽ ഫജ്ർ അമ്മ സൂറത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണത്. അപ്പോ വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം തന്നെ സത്യം. അത് ബലിപെരുന്നാളിന്റെ ദുൽഹിജ്ജ 10 ദിവസം, അതിന്റെ പ്രഭാത സമയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, വലയാലിൻ അഷ്ർ എന്ന് പറഞ്ഞാൽ 10 രാവുകൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ പിന്നെ സ്വഹാബികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഖുർആനിൽ ആ ദിവസങ്ങളെ പറഞ്ഞു എന്ന് മാത്രമല്ല, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ പിന്നെ ദിവസങ്ങൾ കൂടിയാണിത്. അപ്പൊ ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ച് ദിക്റുകൾ അധികരിപ്പിക്കണം. അതാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരവസരം. ഇപ്പം ആളുകളൊക്കെ സ്വർണത്തിന് പണിക്കൂലിയില്ല, 0% പണിക്കൂലി എന്ന് പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? സ്വർണം വാങ്ങാൻ ഓടും എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു നൽകുന്ന ഓഫറുകളിൽ ഏറ്റവും വലിയ ഒരു ഓഫറാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെ ഓഫർ എന്ന് പറയുന്നത്. ആ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ അങ്ങനെ വിട്ടുപോകും. റമദാൻ ആകുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകും, പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ
നോമ്പുകൾ എടുക്കുക. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന നന്മകളിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു കർമ്മം നോമ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് ഫർളുകളിലൂടെയും സുന്നത്തുകളിലൂടെയും കൂടുതൽ അടുക്കാനും നാളെ സ്വർഗാവകാശികളായി ഒത്തുചേരാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ വരുന്ന മാനുഷികമായ വീഴ്ചകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. പോയ നോമ്പിന് നിയത്ത് വെക്കാമോ? അതായത് നമ്മൾ വീട്ടാനുള്ള നോമ്പാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. നമ്മൾ റമദാൻ കഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ വീട്ടാനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നന്മകളിൽ നിലനിൽക്കാനുള്ള, നന്മയോടൊപ്പം സഞ്ചരിക്കാനുള്ള ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മകൾ ചെയ്യുകയും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക, അതും ഏറെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു പ്രത്യേകം അനുഗ്രഹം ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.